ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഉദയഭാനു ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പം തന്നെ പോകും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് മീനു മിത്രയും. അപ്പോൾ കൈയൊക്കെ കഴുകി വന്നതിന് ശേഷം മിത്ര ചോദിക്കും, അങ്കിളിന് തിരക്കുള്ള ആളല്ലേ, ഇനിയിപ്പം പോകുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഏയ്, ആഹാരം കഴിച്ചതല്ലേ ഉള്ളൂ മോളെ, എനിക്ക് ഒരു തിരക്കുമില്ല. ഇപ്പം ഈ യുദ്ധമൊക്കെ കാരണം എനിക്കാണെങ്കിൽ വിദേശയാത്രകളൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് വലിയ പരിപാടിയൊന്നും ഇല്ലെന്നേ. ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ്, നമുക്ക് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാം എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സുകന്യ പറയും, അതെ അതെ, ആഹാരം കഴിച്ച ഉടനെ അല്ലെങ്കിലും യാത്ര പാടില്ലെന്നാ പഴമക്കാർ പറയാറ്. ഉടനെ ഉദയഭാനു സാറ് പോകണ്ട, കുറച്ച് സമയം ഇവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗോമതി പറയും, അത് സുകന്യ പറയുന്നത് നേരാ, ആഹാരം കഴിച്ച ഉടനെ പോകുന്നത് ശരിയല്ല എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ മീനും ഇത്രയും കണ്ണുരുട്ടി നോക്കുവാണ് കേട്ടോ ഗോമതിനെ. അപ്പോൾ ഗോമതി അയ്യോ എന്നുള്ള രീതിയിൽ നിൽക്കുവാണേ. അപ്പോൾ സുകന്യ പറയും, അതെ അതെ, ഉദയഭാനു സാറിനെ പോലെ ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് സമയം ചിലവഴിക്കുക എന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് കിട്ടുന്ന പുണ്യമല്ലേ എന്ന് പറയാണ്. ഉയ്യോ, എന്നാൽ പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, ഇനിയിപ്പം കുറച്ച് സമയം വിശ്രമിക്കാം, ഉച്ചയൂണ് കഴിഞ്ഞൊരു ഉറക്കം എനിക്കത് പതിവുള്ളതാ, ഏത് രാജ്യത്താണെങ്കിലും ഞാനത് തെറ്റിക്കാറില്ല എന്ന് പറയാണ്. മോളെ ദേവി, അച്ഛന് വിശ്രമിക്കാൻ ഒരു സ്ഥലം കാണിച്ചു തന്നേ, ഏതെങ്കിലും ഒരു റൂം മതി എന്ന് പറയാം. മോളുടെ റൂമാണേലും മതി കേട്ടോ എന്ന് വീണ്ടും എടുത്തു പറയും. അപ്പം പെട്ടെന്ന് സുകന്യ പറയും, അങ്ങനെ തന്നെ ചെയ്താൽ മതി, ഇവിടുന്ന് വൈകിട്ട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഉദയഭാനു സാറ് പോയാൽ മതി. ഗോമതി ചേച്ചി എന്തെങ്കിലുമൊക്കെ പലഹാരം വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്, ഗോമതി ചേച്ചിയുടെ കൈപുണ്യം എന്നൊക്കെ പറഞ്ഞാലേ അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒന്നാ എന്ന് സുകന്യം പറയും കേട്ടോ. അപ്പോൾ ഗോമതി ആണെങ്കിൽ വളരെ അഭിമാനത്തോടു കൂടി തലയൊക്കെ കുലുക്കി നിൽക്കുകയാണ്. അതിപ്പോൾ ഉദയഭാനു പറയും, അത് പിന്നെ അങ്ങനെയല്ലയോ, അതുകൊണ്ടാണ് ഞാനിന്ന് ഉച്ചയ്ക്കും ഇവിടുന്ന് ആഹാരം കഴിച്ചത്. ഗോമതിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു ചമ്മന്തി കൂട്ടി ചോറുണ്ണാൻ പോലും എന്തൊരു രുചിയാ, ശരിക്കും ബാലനും മക്കളും ഭാഗ്യം ചെയ്തവരാ എന്നൊക്കെ പറയാൻ കേട്ടോ. നമ്മുടെ ഗോമതി ഈ ഉദയഭാനുവിൻ്റെ ഈ പുകഴ്ത്തിലൊക്കെ വീണ് പോവാണ്. അപ്പം ദേവിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അപ്പോൾ ഗോമതി പറയും, മോളെ അച്ഛനെ മോളുടെ റൂം കാണിച്ചു കൊടുക്കുക, അച്ഛൻ അവിടെ കിടന്ന് ഉറങ്ങട്ടെ, വൈകുന്നേരം ഇനി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയണം കേട്ടോ. ഒരു നിവൃത്തിയില്ലാതെ ദേവി നമ്മുടെ ഉദയഭാനുവിനെ വിളിച്ച് റൂമിലേക്ക് പോവുക. അപ്പോൾ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും മീനും മിത്രം കൂടി ഓടി ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലും. അമ്മ എന്ത് പരിപാടിയാണ് ചെയ്തത്, എന്തൊക്കെ പ്ലാൻ ചെയ്തതാ, ഉച്ചയൂണ് കഴിയുമ്പോൾ തന്നെ അങ്കിളിനെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ട് അമ്മ വീണ്ടും പിടിച്ച് ഇവിടെ നിർത്തിയല്ലേ എന്ന് ചോദിക്കുക. അത് പിന്നെ ഒരാൾ ഇവിടുന്ന് പോകാൻ ഇഷ്ടമില്ലാതെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റുമോ? അതുമല്ല, സുകന്യ പറഞ്ഞത് നേരാ, ആഹാരം കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ യാത്ര ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാം. ദേ അമ്മേ, ഇങ്ങനെ എല്ലാ പ്ലാനുകളും അമ്മ കുളവാക്കി കളയരുത് കേട്ടോ. സുകന്യേച്ചി നമ്മൾ പുറത്തു പോകാതിരിക്കാൻ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയാണ്. ഒന്ന് പോടി, സുകന്യ പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് അപ്പോൾ ഗോമതി പറയാം. ഇനി അപ്പച്ചയോട് യാതൊരു കൂട്ടും ഞങ്ങളില്ല എന്ന് മിത്ര പറയാണ്. ഞങ്ങൾ എന്തുമാത്രം പ്ലാൻ ചെയ്തതാ, ദേവിയടുത്തേയും കൊണ്ട് എല്ലാവരും കൂടി പുറത്തു പോകുന്നു, ആഹാരം കഴിക്കുന്നു, സിനിമ കാണുന്നു, ഇതിപ്പം ഒന്നും നടന്നില്ല, വെറുതെ കുറേ പ്ലാൻ ചെയ്തത് മിച്ചം, അവരെല്ലാവരും അവരെ അടിച്ചു പൊളിക്കുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വീട്ടിലിരിക്കത്തേ ഉള്ളൂ മീനു ചേച്ചി എന്ന് മിത്ര പറയുവാണ് കേട്ടോ. എന്നിട്ട് മിത്രയും അകത്തേക്ക് കയറി പോവാണ്. അപ്പം ഗോമതിക്ക് ആകെ സങ്കടം വരുവേ, അയ്യോ കുഴപ്പമായോ, അവൾക്ക് ദേഷ്യം വന്നെന്നാണ് തോന്നുന്നേ. പിന്നെ ദേഷ്യം വരാതിരിക്കുമോ, അമ്മയുടെ പ്രവൃത്തികൾ അങ്ങനത്തെ അല്ലായിരുന്നോ എന്ന് ചോദിക്കാം. അത് പിന്നെ ഞാനൊരു വെറുതെ പറഞ്ഞതാ, അത് കേട്ടുകൊണ്ട് ഉദയഭാനു സാർ ഇവിടെ തന്നെ നിന്ന് കളയുമെന്ന് ഞാൻ സത്യമായിട്ടും കരുതിയില്ല. ദേവിമോളുടെ അച്ഛനല്ലേ, നമുക്ക് മുഖം കറുപ്പിച്ച് വല്ലതും പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പം അമ്മയൊന്നും പറയണ്ട, ഞങ്ങൾ അകത്തേക്ക് കയറി പോവാ എന്നും പറഞ്ഞ് മീനും റൂമിലേക്ക് കയറി പോകും കേട്ടോ. ഗോമതി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണേ. സമയം നമ്മുടെ ബാലൻ ആദ്യം ആൺപടകളെ എല്ലാവരെയും 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് ഞെട്ടിച്ചു. അതിനുശേഷം അവരെല്ലാവരും കരുതും ആഹാരം കഴിക്കാൻ ഏതെങ്കിലും തട്ടുകടയിൽ നിന്ന് ലളിതമായിട്ടുള്ള ഫുഡൊക്കെ വാങ്ങി കൊടുക്കുമെന്നാണ് കേട്ടോ. പക്ഷെ വീണ്ടും നമ്മുടെ ഗോമതി സ്റ്റോഴ്സ് ബാലൻ അവരെ ഞെട്ടിക്കുകയാണ്. ഫ്രഷായി തങ്ങളുടെ റൂമിൽ നിന്ന് വരുന്ന അവരെയും വിളിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ പോകുന്നത് നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെയാണ്. അവിടെ നിന്നും അവർ പറയുന്നതെല്ലാം ഓർഡർ ചെയ്തതെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തങ്ങളുടെ അച്ഛൻ്റെയും മാറ്റം കണ്ട ആരിനും ആകാശം ഞെട്ടിത്തരിച്ച് നിൽക്കുക. അപ്പോൾ ആനന്ദിനോട് ചോദിക്കും, ഏട്ടാ നമ്മുടെ അച്ഛൻ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കാം. അത് തന്നെയാടാ ഞാനും ചിന്തിക്കുന്നത്, ദേവമംഗലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അച്ഛൻ ആകെപ്പാടെ ഒരു മാറ്റമാ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ധർമ്മനും പറയും, ഈ അളിയൻ ഇത് എന്തു പറ്റിയോ, അളിയൻ നമ്മളെ വീണ്ടും വീണ്ടും ഞെട്ടിച്ചു കളയുക. ആദ്യം ദേണ്ടേ ആ വഴി കൂടി പോകുന്ന ചെറുപ്പക്കാരനുമായിട്ട് വഴക്കുണ്ടാക്കി, അളിയൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും അങ്ങോട്ട് കയറി വഴക്കുണ്ടാക്കുന്ന ഒരാളേ അല്ല, അപ്പം തന്നെ ഞാൻ ഞെട്ടി നിൽക്കുകയാണ്. അതിനുശേഷമോ നമ്മളെല്ലാവരെയും കൂടി 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കൊണ്ടുവന്ന്
റൂം എടുത്ത് തരുന്നു. അപ്പം ഞാൻ അതിലും ഞെട്ടി. ദേ വീണ്ടും നമുക്ക് നല്ല അടിപൊളി ഫുഡ് വാങ്ങിച്ച് തന്നിരിക്കുന്നു. ഓ, അളിയൻ ഇത്രയും കാശ് ചിലവാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് ധർമ്മന് പറയാം. അപ്പം ആകാശും ആര്യനും പറയും, അത് തന്നെയാ ഞങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയാത്തത്. ഹോ, അച്ഛനത് എന്തു പറ്റിയോ, ഇന്നു വരെയും കാണാത്ത അച്ഛൻ്റെ ഒരു സ്വഭാവമാണ് കാണുന്നത്. ഇതൊക്കെ കണ്ടിരുന്നെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ ഞെട്ടിപ്പോയേനെ എന്ന് പറയാണ്. അളിയൻ്റെ ആ ബാഗിൽ എന്തായിരിക്കും എന്ന് ധർമ്മന് വീണ്ടും സംശയം തോന്നുവാണ് കേട്ടോ. അപ്പോൾ ധർമ്മൻ ആര്യനോടും ആകാശിനോടും പറയേ, എടാ നമ്മളെ ഇടയ്ക്ക് അവിടെ നിർത്തിക്കൊണ്ട് അച്ഛന് എങ്ങോട്ടോ പോയില്ലേ എന്ന് ചോദിക്കുക. അത് മാമ അച്ഛൻ കൂട്ടുകാരനെ കാണാൻ പോയതെന്ന് പറഞ്ഞില്ലേ, അതല്ലടാ, നിങ്ങളുടെ അച്ഛൻ എന്തോ ചുറ്റിക്കളിയുണ്ട്. ആ ബാഗ് തന്നെ പിടിച്ചോണ്ടാ അളിയൻ്റെ ഇരിപ്പ്. ആ ബാഗിനകത്ത് എന്തോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നേ. ഇനി വല്ല നിധി ആയിരിക്കുമോടാ എന്ന് ചോദിക്കാം. ദേ മാമ, ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ. അച്ഛൻ ആ ബാഗിൽ അച്ഛൻ്റെ എന്തെങ്കിലും വിലപ്പെട്ട സാധനം കാണും, അതുകൊണ്ടായിരിക്കും അതും കൈ പിടിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറയണേ. അപ്പം ആനന്ദിനോട് ചോദിക്കും, എടാ നീ ശ്രദ്ധിച്ചില്ലായിരുന്നോ, ആ ബാഗ് മുറുകെ പിടിച്ച അളിയൻ എപ്പോഴും ഇരിക്കുന്നത് എന്തോ അതിലുണ്ട്. ഒന്ന് പോ മാമ, അതെന്തേലും സാധനം അച്ഛൻ്റെ കാര്യമായിട്ടുള്ളതുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അത് വിട് എന്ന് പറയണം. അതിലെന്തോ ഉണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കാതെ ഇനി ഈ ധർമ്മന് വിശ്രമമില്ല. ഗോമതി സ്റ്റോഴ്സ് ബാലൻ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. ആകെ മൊത്തമുള്ള അളിയൻ്റെ ഈ മാറ്റം, അത് എന്തോ കാര്യമുണ്ട് എന്നൊക്കെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ആര്യനും ആകാശം പറയേ, എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ആനന്ദേട്ടന് വേണ്ടി ചെയ്യുന്നതാണെന്നാ. ആനന്ദേട്ടൻ്റെ മനസ്സൊക്കെ മാറി സന്തോഷിക്കാൻ വേണ്ടിയിട്ടാകും ഇങ്ങനെയൊക്കെ അച്ഛൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയണം കേട്ടോ. അതേസമയം ദേവമംഗലത്ത് റൂമിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ദേവി ഉദയഭാനോട് ചോദിക്കുക, എന്താ അച്ഛൻ്റെ ഉദ്ദേശം? അച്ഛൻ ഇവിടുന്ന് പോകാൻ ഒരു താല്പര്യവും ഇല്ലാത്തതുപോലാണല്ലോ പെരുമാറുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തു പോകാൻ നിൽക്കുന്നത് അച്ഛനും കണ്ടതല്ലേ, എന്നിട്ടും മനഃപൂർവ്വം അവരെ എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി തന്നെയല്ലേ അച്ഛൻ ഓരോന്നൊക്കെ പറഞ്ഞ് അമ്മയെ കൊണ്ട് ഇപ്പോൾ ആഹാരം ഉണ്ടാക്കിപ്പിച്ചതൊക്കെ എന്ന് ചോദിക്കുക. എടി മോളെ, നിന്റെ അമ്മ അവിടെ ഇല്ല. ഒരു നേരത്തെ ആഹാരം ഞാൻ ഇവിടുന്ന് കഴിച്ചെന്നോർത്ത് നിനക്കിപ്പോൾ എന്ത് നഷ്ടപ്പെടാനാ? ഇവിടെയാണെങ്കിൽ ആനന്ദും ബാലനും ആരും ഇല്ലല്ലോ എന്ന് പറയണം. അവര് വരുന്നത് വരെ നിങ്ങൾക്കൊരു തുണയായിട്ട് ഞാനിവിടെ നിൽക്കാടി എന്ന് പറയാ. ദേ അച്ഛാ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അച്ഛൻ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പാ. എൻ്റെ അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയില്ലേ എന്ന് ചോദിക്കാം. എടി മോളെ, നിനക്കറിയാലോ വീട്ടിലെ അവസ്ഥയൊക്കെ ആകെ വല്ലാത്തൊരവസ്ഥയെന്നറിയാമല്ലോ. കടവും കടത്തിൻ്റെ കൂടുക. അതെനിക്കറിയാവുന്ന കാര്യമാണല്ലോ. അത് പുതുമയുള്ളൊരു കാര്യമൊന്നും അല്ലല്ലോ അച്ഛ എന്ന് ചോദിക്കാം. നീ വിചാരിച്ചാൽ ഇപ്പം ഞങ്ങളെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ഞാൻ വിചാരിച്ചാലോ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്? എടി, ആ ബാലൻ നിനക്ക് കുറച്ച് സ്വർണം മേടിച്ച് തന്നില്ലേ, അതൊന്ന് അച്ഛന് താടി. അച്ഛൻ അത് പണയം വെക്കോ വിൽക്കോ എന്തെങ്കിലും ചെയ്ത് കുറച്ച് കടക്കാരെയൊക്കെ ഒന്ന് ഒതുക്കിക്കോളാം എന്ന് പറയാം. ദേ അച്ഛാ, അത് ബാലച്ചൻ എനിക്കും ആനന്ദേട്ടനും ഭാവിക്ക് വേണ്ടി മേടിച്ച് തന്നതാ. അതൊന്നും അച്ഛന് തരാൻ പറ്റത്തില്ല. ബാലച്ചൻ അത് ചോദിച്ചു കഴിയുമ്പം ഞാൻ എന്ത് എടുത്ത് കാണിക്കും എന്ന് അപ്പം ദേവി പറയാണ്. എടി, അത് എൻ്റെ കാശാടി. ഞാൻ ബാലിന് കൊടുത്ത കാശ് കൊണ്ട് ഇങ്ങനെയൊക്കെ ബാലൻ ചെയ്തത് എന്ന് പറയാം. അപ്പം ദേവിക്ക് കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ദേവി ചോദിക്കും, അച്ഛൻ എന്താ പറഞ്ഞത്? അച്ഛൻ്റെ കാശാണെന്നോ? ദേ അച്ഛാ, കോമഡി ഒന്നും പറയരുത് കേട്ടോ. 10 ലക്ഷം രൂപ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എവിടെ നിന്ന് വന്നതാ? അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നിന്റെ കാശെന്ന് പറഞ്ഞാൽ അത് എൻ്റെ കാശാണല്ലോ. ഞാൻ ആ രീതിയിലാണ് മോളെ പറഞ്ഞത് എന്ന് ഉദയഭാനു പറയൂട്ടോ. അച്ഛാ, അല്ലെങ്കിൽ തന്നെ എൻ്റെ ഇവിടുത്തെ നിലനിൽപ്പ് എത്രത്തോളം ഉണ്ടെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. ആനന്ദേട്ടന് എന്നോടും നമ്മുടെ കുടുംബത്തോടും ഒക്കെ അത്രയ്ക്ക് പകയും ദേഷ്യവും ഒക്കെയാണ്. എന്നെ ആനന്ദേട്ടൻ എന്നാ ഉപേക്ഷിക്കുന്നതെന്നുള്ള വേദനയിലാണ് ഞാനിവിടെ ഓരോ നിമിഷവും പിടിച്ചു നിൽക്കുന്നത്. അതിൻ്റെ കൂടെ അച്ഛനായിട്ട് ഇനി ഓരോരോ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കരുത്. ദയവ് ചെയ്ത് ഒന്ന് പോയി തരണം എന്നും പറഞ്ഞ് ദേവി ഉദയഭാനുവിൻ്റെ മുന്നിൽ നിന്ന് കരയാണ് കേട്ടോ. അപ്പോൾ ഉദയഭാനു ആണെങ്കിൽ ദേവി അനുനയിപ്പിച്ച് ആ സ്വർണം എങ്ങനെ അടിച്ചു മാറ്റാമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.